അദാനി ഗ്രൂപ്പിന് കീഴിലെ 6 കമ്പനികൾക്ക് സെബിയുടെ നോട്ടീസ്. ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തലുകളിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. ക്രിസ്റ്റീന ചെറിയാൻ ബിസിനസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ക്രിസ്റ്റീന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് വേണു. 2023 ജനുവരി 24 US ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് ഒരു റിപ്പോർട്ടിലൂടെ തുറന്നുവിട്ട ഭൂതം ഇപ്പോഴും അത് പുറത്തു തന്നെയാണ്. അദാനി ഗ്രൂപ്പിനെ അത് വീണ്ടും ശല്യപ്പെടുത്തുന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ സെബി നടത്തിയ അന്വേഷണം, ഈ റിപ്പോർട്ടിൽ സെബി ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിന് ശേഷം ഈ അദാനി ഗ്രൂപ്പിലെ 6 കമ്പനികൾക്ക് സെബി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നുവെന്ന വിശദാംശമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അദാനി എന്റർപ്രൈസസിന് ലഭിച്ചിരിക്കുന്നത് 2 നോട്ടീസാണ്. ഇതിനു പുറമെ അദാനി വിൽമറും അദാനി ടോട്ടൽ ഗ്യാസും അടക്കമുള്ള കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ലിസ്റ്റിംഗ്, ഓഡിറ്റർമാരുടെ സർട്ടിഫിക്കറ്റിന്റെ സാധ്യത, അതുപോലെ തന്നെ കക്ഷികളുമായുള്ള ഇടപാട്, ഇതൊക്കെ കാരണം ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ നൽകണമെന്നാണ് സെബി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അദാനി കമ്പനി ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ട്, ഇത് കമ്പനി തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ട് അത് തങ്ങളുടെ ഓഹരിയെ ഒട്ടും ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. 2023 വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് വെറും 25 വയസ്സ് പോലും പ്രായമാകാത്ത തട്ടിക്കൂട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റുകളാണ് അദാനി ഗ്രൂപ്പ് പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മാനേജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2020 കൊണ്ടുവന്ന ഓഹരി 481 രൂപ മാത്രം വിലയുള്ള ഓഹരികൾ 686% 3 വർഷം കൊണ്ട് വർദ്ധിക്കുന്നു. 3858 രൂപയാകുന്നു ഓഹരി ഒന്നിന് വില. ഇത് ചില തട്ടിക്കൂട്ട് കമ്പനികളെ കൊണ്ട് അദാനി തന്നെ ഓഹരികൾ വാങ്ങിപ്പിക്കുന്നു. അതിനുശേഷം തൻ്റെ കയ്യിലുള്ള ഭൂരിപക്ഷം ഓഹരികളും പണയം വെക്കുന്നു, പണയം വെച്ച് വായ്പ എടുക്കുന്നു, ഈ വായ്പ ഉപയോഗിച്ച് മറ്റു വായ്പകൾ തരപ്പെടുത്തുന്നു. അങ്ങനെ ഒരു റൊട്ടേഷൻ ബേസിസിൽ പോകുന്ന ഒരു കമ്പനിയാണെന്ന് വെളിപ്പെടുത്തലായിരുന്നു വന്നത്. എന്തായാലും ഈ സെബിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ഏത് രീതിയിൽ കമ്പനിയെ ബാധിക്കും, ഓഹരി വിപണിയിൽ എങ്ങനെയായിരിക്കും അദാനി ഓഹരികൾ കാണപ്പെടുക, നിക്ഷേപകർ എങ്ങനെ ഇതിനെ സ്വീകരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വേണു, ശരി. അദാനി ഗ്രൂപ്പിന് സെബിയുടെ നോട്ടീസ്. ക്രിസ്റ്റീന ചെറിയാനാണ് ബിസിനസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.